Hello, welcome back to The Heaven Now സ്റ്റോറി ടെല്ലർ ഫിനിക്സ് ഗേൾ ഭാഗം 32. മിയ മൗനിയോട് തൻ്റെ കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി വിവരിക്കുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി പാട്ടായാലോ? ക്രിഷിൻ്റെ കോൾ കണ്ടതും അവനെ ചീത്ത പറയാനുള്ള ദേഷ്യത്തിലാണ് മിയ ഫോൺ എടുത്തത്. ഇതാരാണ്? അപ്പുറത്ത് നിന്നുള്ള ശബ്ദം കേട്ടതും അവൾ മനസ്സിലാക്കാതെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഈ ഫോൺ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ? സോറി, എൻ്റെ പേര് കേദാർ. ഈ ഫോണിൻ്റെ ഉടമ ഒരു ആക്സിഡൻ്റായി ഇവിടെ സിറ്റി ഹോസ്പിറ്റലിലുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പുറത്ത് നിന്ന് കേട്ട കാര്യത്തിൽ മിയ ഞെട്ടിപ്പോയി. സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും അവൾ ചോദിച്ചു, എന്താ ക്രിഷ്, അവൻ ആക്സിഡന്റ്? അവൻ എങ്ങനെയുണ്ട്? പതറി പതറി അവൾ ചോദിച്ചു. ഈ പേടിക്കണ്ട, ആൾ ഓക്കെയാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. സോറി, ഈ ഫോണിലൂടെ വിളിച്ചാൽ മതി. അവളുടെ വെപ്രാളം അറിഞ്ഞ് കേദാർ പറഞ്ഞു. ആ കോൾ കട്ടാകുമ്പോൾ മിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അവിടേക്ക് പോകാനായി തയ്യാറായി. ഹോസ്പിറ്റലിലെ വാതിലെത്തുമ്പോൾ മിയയുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറി റിസപ്ഷനിൽ പോയി തിരക്കിയിട്ടാണ് അവൾ ഫോൺ വിളിക്കുന്ന കാര്യത്തെപ്പറ്റി ഓർക്കുന്നത് തന്നെ. റിസപ്ഷനിൽ നിന്ന് കിട്ടിയത് വെച്ച് കാഷ്വാലിറ്റിയിലേക്ക് അവൾ ചെന്നു. അങ്ങോട്ട് പോകുമ്പോൾ വിറയലൂടെയാണെങ്കിലും അവൾ കൃഷിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. കാഷ്വാലിറ്റിയുടെ മുന്നിൽ നിൽക്കുന്ന ആൾ ഫോൺ എടുക്കുന്ന കണ്ട് പെട്ടെന്ന് മിയ അവിടേക്ക് വരുന്നത്. ഫോൺ എടുത്തുകൊണ്ട് തിരിഞ്ഞതും അയാൾ കൈ പൊക്കി കാണിച്ചു. ഫോൺ കട്ട് ചെയ്തിട്ട് തനിക്കരികിൽ വരുന്നവളെ നോക്കി അയാൾ പുഞ്ചിരിച്ചു. എന്നാൽ മിയയുടെ മുഖം കണ്ടതും അവളുടെ അവസ്ഥ മനസ്സിലാക്കി കേദാർ പറഞ്ഞു, ഈ പേടിക്കാനൊന്നുമില്ല, വണ്ടി ജസ്റ്റ് ഒന്ന് സ്ലിപ്പായതാണ്. ചെറിയൊരു മുറിവൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നിട്ടും തന്നെ വേവലാതിയോടെ നോക്കുന്നവളെ കണ്ടതും അവൻ പറഞ്ഞു, കക്ഷി ഓക്കെയാണ്, തനിക്ക് കയറി കാണാം. അവന്റെ വാക്കുകൾ കേട്ടതും മിയ കൃഷിനെ കാണാനുള്ള ആകാംക്ഷയോടെ അകത്തേക്ക് കയറിയതും ഞെട്ടലോടെ നിന്നു. അവളുടെ ഒപ്പം കയറി വന്ന കേദാർ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായി നോക്കിയതും അവിടെ കണ്ട കാഴ്ചയിൽ ചിരി അടക്കാൻ മറന്നുപോയി. കൃഷ് അവിടെയുള്ള നേഴ്സായിട്ട് നല്ല വായ്നോട്ടമാണ്. അവരാണെങ്കിൽ ഇതൊന്നും അറിയാതെ അവന്റെ ബി.പി ചെക്ക് ചെയ്യുന്ന തിരക്കിലും. അവർ ബി.പി നോക്കി പോകുന്ന പോക്കിൽ കൃഷിന്റെ കണ്ണുകൾ അവരുടെ പുറകെ പാഞ്ഞു. ബാക്ക് നോക്കി നിർവൃതിയടഞ്ഞ കൃഷി അറിയാതെ തിരിഞ്ഞു നോക്കിയതും പച്ചയ്ക്ക് തന്നെ കത്തിക്കാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന മിയയെ കണ്ടത്. ഇത്രയും നേരം ഒലിപ്പിച്ച വെള്ളം ഇറക്കിക്കൊണ്ട് ചമ്മലും പേടി കൊണ്ട് നിറഞ്ഞ മുഖത്തോടെ തന്റെ നേരെ വരുന്നവളെ നോക്കിയിരുന്നു. എങ്ങനെയാണെന്നറിയോ? അമർ അക്ബർ അന്തോണിയിലെ നമ്മുടെ പൃഥ്വിരാജിന്റെ എക്സ്പ്രഷൻ അതായിരുന്നു കൃഷിന് ആ നിമിഷം ഉണ്ടായിരുന്നത്. തുടരുന്നു. നീ അടുത്ത് വന്ന് അവനെ രൂക്ഷമായി നോക്കിയതും അവൻ പെട്ടെന്ന് മുഖത്ത് വല്ലാത്തൊരു വേദന വരുത്തിക്കൊണ്ട് പറഞ്ഞു, കണ്ടോ, എന്റെ കൈ മുറിഞ്ഞു, കണ്ടോ? അത്രയും ഭാവാഭിനയം അവൻ ചെയ്തിട്ടും അവളുടെ മുഖത്ത് ഒരു മാറ്റവും കാണാത്തത് കൊണ്ട് അവന് മനസ്സിലായി അവൾ ഈ അഭിനയത്തിൽ വീഴില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി, ചുമ്മാ എന്നപ്പോൾ അറിയാതെ നോക്കിയതാ, ഇനി നോക്കൂല. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, സത്യം. അവൻ സത്യമിടാൻ പോയിട്ടും അവളൊന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ട് കൃഷി പറഞ്ഞു, ദേ ഞാൻ സത്യം പോവാ, സത്യം ചെയ്താൽ പിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. അവൻ പറഞ്ഞുകൊണ്ടിരുന്നതും കൃഷിനെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണീരോടെ നീ അവനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഇടറുന്ന സൗണ്ടോടെ ചോദിച്ചു, നീ എന്താ സൂക്ഷിക്കാത്ത? നിനക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ എനിക്കാരാ? അച്ഛനും അമ്മയോടും ഞാൻ എന്തു പറയും? പറയുന്നതിനൊപ്പം തന്നെ നീയെ കരയാനും തുടങ്ങി. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ കൃഷ് പെട്ടെന്ന് അവളെ ചേർത്ത് തനിക്കരികിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ഏയ് എനിക്ക് ഒന്നും പറ്റിയിട്ടില്ലടോ, നീ ഇങ്ങനെ ശല്യാകണേ. കണ്ടോ, ചെറിയൊരു മുറിവ്, അത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ തന്നെ പോകാം, കണ്ടോ? അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞതും അവർ ഇരുവരും ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് അവർ
കൃഷിന്റെ ബൈക്കിനടുത്തേക്ക് ചെന്നു. വണ്ടി എടുക്കാനായി പോയവനോട് അവൾ ചോദിച്ചു, ഏട്ടാ നിനക്ക് വണ്ടി എടുക്കാവോ? ഏയ്, അതിന് മാത്രം എനിക്ക് ഒന്നുമല്ലടാ, നീ വന്ന് കയറ്. അവൻ പറഞ്ഞത് കേട്ട് നീയെ പെട്ടെന്ന് അവനെ നോക്കിയിട്ട് പെട്ടെന്ന് എന്തോ ആലോചിച്ചു. അതേ നിമിഷം അവനും അതേ കാര്യം ആലോചിച്ചിരുന്നു. ശേ, രണ്ടുപേരും ഒരേ ശബ്ദത്തോടെ പറഞ്ഞു. ഇരുവരുടെ മുഖത്ത് വല്ലാത്തൊരു കുറ്റബോധം ആ നിമിഷം നിറഞ്ഞിരുന്നു. തുടരുന്നു.